പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ദൈവം നമുക്ക് തന്നതിന് ദൈവത്തിന് നമുക്ക് സ്തുതി അർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കാനെടുക്കുന്ന വിഷയം വിശുദ്ധ മർക്കോസ് 11-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടന്നാൽ ഉടനെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. ഇത് ചെയ്യുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് പറയും. അപ്പോൾ കർത്താവ് അവിടെ ഒരു കഴുതക്കുട്ടിയെ കാണുകയാണ്, അതിൻ്റെ അവസ്ഥ കാണുകയാണ്. അതിൻ്റെ ഉള്ളത്തിൽ ആഗ്രഹമുണ്ട്, എങ്ങനെങ്കിലും താൻ അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്, തൻ്റെ ഈ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് തനിക്കൊന്ന് അഴിഞ്ഞു പോകണം. അതെ, നമ്മൾ പലരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഈ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന്. ആർക്കും അഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്ന് അഴിയണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ വന്ന് അഴിച്ചിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളത്തിലൊരാഗ്രഹം വേണം, എനിക്കെൻ്റെ കർത്താവിൻ്റെ കൂടെ ജീവിക്കണം. പഴയ ജീവിതമല്ല, പുതിയൊരു ജീവിതം എനിക്ക് ജീവിക്കണം. ആ അവസ്ഥയിൽ നിന്ന് എന്നെ വിടിവിക്കാൻ വേറെ ആർക്കും കഴിയുകയില്ല. മനുഷ്യരാൽ അസാധ്യം, എന്നാൽ എൻ്റെ ദൈവത്താലോ സാധ്യം. അവൻ തിരുവാ കൊണ്ട് മൊഴിയും, തൃക്കൈ കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ചെല്ല്, ചോദിക്കും, പക്ഷേ നിങ്ങൾ പറയണം ഞാൻ കൽപ്പിച്ചതുപോലെ. അതേ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മളെ കണ്ടാൽ പിന്നെ ആർക്കും നമ്മളിൽ അവകാശമില്ല. നമ്മുടെ അവസ്ഥ മാറുകയാണ്. ആ കെട്ടപ്പെട്ട ജീവിതത്തിൽ നിന്ന് നമ്മൾ അഴിഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ. നമുക്കതൊരാഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ആഗ്രഹിച്ചാൽ ഇറങ്ങി വരുന്ന ഒരു നാഥനാണ് നമ്മുടെ ദൈവം. ഏതവസ്ഥയിൽ നിന്നും നമ്മളെ വിടുവിക്കാൻ. നമ്മൾ ഓർക്കും, ഇല്ല, എൻ്റെ ഈ അവസ്ഥ മാറുകയില്ല, ഞാൻ ഇങ്ങനെ മുന്നോട്ട് ജീവിക്കത്തേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ അതിൽ നിന്ന് വിടുവിക്കാൻ അവൻ്റെ കരത്തിനല്ലാതെ ആർക്കും കഴിയില്ല. ഇവിടെ ശിഷ്യന്മാർ ചെല്ലുകയാണ് ആ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് അതിനെ മോചിപ്പിക്കാൻ. എന്നാൽ അവിടെയുള്ള മറ്റു കഴുതുകളെല്ലാവരും അതിനെ നിന്ദിക്കുകയാണ്. ഇല്ല, ഒരിക്കലും ഇതിനെ ഇനി ആർക്കും പ്രയോജനമില്ല, ആരും ഇതിനെ തിരിഞ്ഞു നോക്കുകയില്ല എന്ന് മറ്റു കഴുതകളെല്ലാം ചിന്തിച്ചിരിക്കുകയാണ്. അവരാരും അറിയുന്നില്ല ഈ കഴുതയുടെ ഉള്ളിൽ തൻ്റെ കർത്താവിനെ ഒന്ന് കാണണം, കർത്താവിനുമായിട്ട് പറ്റിയിരുന്നൊരു ജീവിതം ഇനി എനിക്ക് ജീവിക്കണം എന്ന് ഈ കഴുതയുടെ ഉള്ളിലെ ആഗ്രഹം, മറ്റാർക്കുമില്ലാത്തൊരാഗ്രഹം ഈ കഴുതയ്ക്കുണ്ടായിരിക്കുകയാണ്. എന്നാൽ ആ അവസ്ഥ അറിഞ്ഞ് ആ അരുമനാഥൻ ഇവിടെ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ കഴുത ഇവിടെ ചിന്തിക്കുകയാണ്, തന്നെ ഈ അഴിച്ചു കൊണ്ടുപോകുന്നവർ എന്തിനെന്ന് ഈ കഴുത അറിഞ്ഞില്ല. കഴുത അറിഞ്ഞിട്ടേ ഇല്ലല്ലോ ഈ അഴിച്ചുകൊണ്ട് പോകുന്ന ഈ വന്നിരിക്കുന്നവരാരെന്നോ എന്തെന്നോ ഈ കഴുതയ്ക്ക് അറിയില്ല. അവിടെ നിന്ന കഴുതകളെല്ലാം മനസ്സിൽ പല കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. ഇതിനെ കൊണ്ടുപോയി കൊല്ലാനായിരിക്കും. കാരണം നിന്നയിൽ കഴിയുകയാണ് ആ കഴുത. കഴുതയും അറിയുന്നില്ല എന്തിനായിരിക്കും തന്നെ അഴിച്ചുകൊണ്ട് പോകുന്നത്. ഇവർ ചിന്തിക്കുന്നത് പോലെ തന്നെ കൊല്ലാനാണോ? യജമാനനായാലും തന്നെ വേണ്ട. അതുകൊണ്ടല്ലേ ചെന്നുടനെ ദൈവം പറഞ്ഞുടനെ കൊടുത്തു വിട്ടത്. അവർക്ക് വേണ്ടതിന്, അതിനെന്തെങ്കിലും ചാട്ടിയ സ്വഭാവങ്ങൾ കാണും, അത് മാറ്റിയെടുക്കാൻ അവർ ശ്രമിക്കുന്നേയില്ല. അവരതിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അതിൽ മുകളിൽ ആരും കയറാതിരുന്നത്.
അപ്പോൾ കഴുതയും ഓർത്തു, തല ഉനിച്ചുകൊണ്ടാണ് താൻ പോകുന്നത്. ഇനി എന്താ സംഭവിക്കുന്നത്? തൻ്റെ ജീവിതം ഇവിടെ തീരുകയാണ് എന്ന് കഴുത ചിന്തിക്കുകയാണ്. എന്നാൽ കഴുത അറിഞ്ഞില്ല തൻ്റെ ജീവിതം അവിടെ തുടങ്ങുകയാണെന്ന്. അവസാനിച്ചു എന്ന് വിധി എഴുതിയെടുത്ത് തൻ്റെ ജീവിതം ഇവിടെ തുടങ്ങുകയാണെന്ന് ഈ കഴുത അറിഞ്ഞില്ല. കാരണം മഹത്വത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവാണ് അതിനെ ചോദിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ അടുത്തേക്ക് കഴുതയെ കൊണ്ടുചെല്ലുകയാണ്. ഇന്ന് കർത്താവ് ആ കഴുതയെ തൊട്ടപ്പോൾ ആ കഴുതയുടെ പുറത്ത് എന്ന് കയറിയോ അന്നു മുതൽ ആ രാജാതി രാജാവ് എന്നതിനെ തിരഞ്ഞെടുത്തോ അന്നു മുതൽ അതിൻ്റെ തല ഉയരുകയാണ്. ക്രിസ്തു അതിൻ്റെ മുകളിൽ കയറുകയാണ്. അവസാനിച്ചിടത്ത് തുടങ്ങുകയാണ് നമ്മുടെ കർത്താവ്. പലരും പറഞ്ഞു അവസാനിച്ചെന്ന്. എന്നാൽ അവിടെ പുതിയൊരു ജീവിതം ആ കഴുതയ്ക്ക് ലഭിക്കുകയാണ്. കാരണം ഒത്തിരി നിന്നെ അനുഭവിച്ചതാണ് ഈ കഴുത. പുതിയൊരാളാക്കി മാറ്റാൻ, പുതിയൊരു മനുഷ്യനാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിനെ കഴിയത്തുള്ളൂ. ഈ കഴുത ഓർക്കുകയാണ്, തനിക്ക് എന്ത് യോഗ്യത? ഒരു യോഗ്യതയുമില്ലാത്ത എന്നെയാണല്ലോ. അതെ, ഒരു യോഗ്യതയുമില്ല. എന്ത് യോഗ്യതയുണ്ട് നമുക്ക് പറയാൻ? കർത്താവ് തിരഞ്ഞെടുക്കാൻ എന്ത് യോഗ്യതയാണ് കണ്ടത്? നമ്മുടെ മിടുക്കോ സാമർഥ്യമോ വല്ലതും കൊണ്ടാണോ ദൈവം നമ്മളെ ഓരോരുത്തരെയും കാണുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ കഴുത ചോദിക്കുകയാണ്, തനിക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് തന്നെ ഉപയോഗിച്ചത് ഈ ക്രിസ്തു? എത്രയോ പേരുണ്ടായിരിക്കാം, അവരെ ഒന്നും എന്താ കാണാഞ്ഞത്? അവിടെ ഏറ്റവും നല്ല കഴുതകൾ പലതും ഉണ്ടായിരുന്നു, യജമാനനെ അനുസരിക്കുന്ന കഴുതകൾ. ഹല്ലേലൂയ. യേശു ആരെ കണ്ടോ അവരെ തന്നെ പിടിച്ചിരിക്കും. അത് എത്ര പിന്നെ വഴുതി പോയാലും നടക്കുകയില്ല. കാരണം അവൻ ഒരാളെ കണ്ടെങ്കിൽ അവരെയാണ് അവന് ആവശ്യം. അതിന് പകരം വേറൊരാളെ തേടി പോകുന്നവനല്ല. നിന്നെ കിട്ടിയില്ലെങ്കിൽ നിനക്ക് പകരം വേറൊരാളെ അവൻ തേടി പോകില്ല. നിന്നെ തന്നെ അവൻ നേടിയിരിക്കും. അവൻ നമ്മളെ കാണണം. ഹല്ലേലൂയ. യോനയോട് പറഞ്ഞതല്ലേ നീ നിനവയിലേക്ക് പോകാൻ. പക്ഷെ യോന അതനുസരിച്ചില്ല. അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കാൻ കഴിയുന്ന ഒരുവനാണ് നമ്മുടെ യേശു. അത് അവന് മാത്രമേ കഴിയൂ. നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ആ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിച്ചാൽ പിന്നെ അതിന് പകരം അവൻ ആരെയും വെക്കുകയില്ല. അവൻ കണ്ടാൽ, അവൻ തിരഞ്ഞെടുത്താൽ, യോഗ്യതയില്ല എന്ന് നമ്മൾ പലരും വിചാരിക്കും. പക്ഷെ അവനാണ് യോഗ്യത തരുന്നത്, അത് മനുഷ്യരല്ല. മനുഷ്യർ പറയും യോഗ്യതയില്ല, ഹല്ലേലൂയ. പക്ഷെ ദൈവമാണ് അതിന് ന്യായം വിധിക്കാൻ. അവന് മാത്രമേ ഉള്ളൂ യോഗ്യത. വേറെ ആരെയും അതിന് പകരം വെക്കാൻ കഴിയുകയില്ല. അവനാണ് തീരുമാനിക്കുന്നത്, അല്ല ലോകമല്ല. ഹല്ലേലൂയ. ഇവിടെ ഈ കഴുതയെ ആവശ്യമൊന്നും ദൈവം കണ്ടതുകൊണ്ടാണ്. അനേകം കഴുതകളുണ്ടായിരുന്നു, അവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തില്ല. അതേ ദൈവമക്കളെ, നമ്മളെ അവന് വേണമെങ്കിൽ അവൻ നമ്മളെ തന്നെ പിടിക്കും. എത്ര നമ്മൾ മാറാൻ ശ്രമിച്ചാലും നടക്കുകയില്ല. കാരണം അവൻ കാത്തിരിക്കുകയായിരുന്നു, നീ എന്ന് വരും, നീ എന്നെ എന്ന് വന്ന് പിന്തുടരുമെന്ന്. നമ്മുടെ ഉള്ളത്തിൽ ആഗ്രഹം വന്നപ്പോൾ അവൻ വന്ന് നമ്മളെ അഴിച്ചു മാറ്റുകയാണ്. അത്ര കെട്ടപ്പെട്ട അവസ്ഥയായിരുന്നു. ആ കെട്ടുകൾ അവൻ അഴിച്ചാൽ പിന്നെ ആർക്കും നിന്നെ തൊടുകാൻ കഴിയുകയില്ല, ഒരു ശക്തിക്കും.
നിന്നെ അതിൽ നിന്ന് മാറ്റുവാൻ കഴിയുകയില്ല. 139 സങ്കീർത്തനം പറയുന്നത് പോലെ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. അതെ, അവൻ തിരഞ്ഞെടുത്താൽ, അവൻ കണ്ടാൽ, അവൻ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ എല്ലാ വഴികളും നിനക്ക് മനസ്സിലാവും. പിന്നെ ഹല്ലേലൂയ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? നിന്റെ തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കൂടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്നാൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. കാരണം ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെയാണ്. ഹല്ലേലൂയ. ഇതാ മക്കളെ, നമ്മളെ തിരഞ്ഞെടുത്താൽ, ആ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവൻ നമ്മളെ തിരഞ്ഞെടുത്താൽ, പിന്നെ അവൻ നമ്മുടെ കൂടെ നടക്കും. പിന്നെ അവൻ നമ്മളെ വിട്ടുമാറാൻ കഴിയുകയില്ല. ഈ കഴുത അതുപോലായിരുന്നു. കർത്താവ് എന്ന് അവനെ വാഹനമേറിയോ, ആ രാജാതി രാജാവ് അവനെ കണ്ടോ, ആരും കാണാത്തടത്ത് അവൻ്റെ കണ്ണുനീര് കണ്ട് അവൻ്റെ വേദന അറിഞ്ഞ് കഴുത ഓർക്കുമായിരുന്നു എത്ര നാളുകൊണ്ട് താൻ ആഗ്രഹിക്കുന്നു ഈ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് തനിക്കൊന്നു ദൈവത്തിനുമായിട്ട് ജീവിക്കണമെന്ന്, ദൈവത്തിനൊത്തു ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു. എന്നാൽ ആ അവസ്ഥ അറിഞ്ഞ്, ആ വേദന കണ്ട്, ആ കണ്ണുനീര് കണ്ട്, കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ ആ കണ്ണുനീരിന് മുമ്പിൽ നിൽക്കും. ആ നൈൻ പട്ടണത്തിലെ വിധവയോട് പറഞ്ഞതുപോലെ, ഇനിയും നീ കരയണ്ട. നീ വേദനിക്കുന്ന വിഷയത്തിൽ നിന്റെ ഹൃദയം നീറുമ്പോൾ ആ കരത്തിന് മാത്രമേ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് ഈ കഴുതയെ അഴിച്ചു മാറ്റി കർത്താവ് തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെതാക്കി മാറ്റുകയാണ്. ഇനിയും പിന്മാറാൻ കഴിയുകയില്ല. അങ്ങനൊരു ജീവിതം വേണം നമ്മൾ ഇനി ജീവിക്കാൻ. അവൻ തിരഞ്ഞെടുത്താൽ, എല്ലാവരെയും അവൻ തിരഞ്ഞെടുക്കുന്നില്ല. ആരൊക്കെ ആഗ്രഹിക്കുന്നു അങ്ങനൊരു ജീവിതം, ക്രിസ്തുവിനൊത്തൊരു ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ കണ്ട് അവൻ തിരഞ്ഞെടുക്കും. അന്നു മുതൽ ഈ കഴുതയുടെ തല ഉയരുകയാണ്. മറ്റ് കഴുതകളെല്ലാം ഓർത്തു ഇവനെ കൊണ്ടുപോകുന്നത് മറ്റെന്തോ ആവശ്യത്തിനാണെന്ന്. കാരണം എല്ലാവരും ഉപേക്ഷിച്ച കഴുതയാണ്. എന്നാൽ ഉപേക്ഷിച്ചവരെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഈ വചനം അനുഗ്രഹമായിരിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി കാണും വരെ അവൻ്റെ തൂവൽ കൊണ്ട് നമ്മളെ ഓരോരുത്തരും മറയ്ക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.